ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കൂർക്ക മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ കൂർക്ക നന്നായിട്ട് വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഇതിന് ഉപ്പ് ചേർക്കുന്നില്ല, കാരണം ഉപ്പ് ചേർന്നാൽ വെന്ത് വരാൻ ഇച്ചിരി ടൈം എടുക്കും. ഇനി നമുക്കതിലേക്ക് കുറച്ച് സവോള ചേർത്ത് കൊടുക്കാം. ഒരു സവോളയുടെ ഒരു 1/4 ഭാഗത്തോളം കാണുള്ളൂ ഇത്. അതിനുശേഷം കുറച്ച് കറിവേപ്പില, സവോളയുടെ സ്ഥാനത്ത് ചെറിയുള്ളി ചേർത്താലും മതിയാവും. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കൂർക്കയൊക്കെ ഒരു 3/4 ഭാഗത്തോളം വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ച് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ കൂർക്കയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാം. നമ്മളിതിന് വെളിച്ചെണ്ണ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ച് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കണം. നമുക്ക് തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. അപ്പോൾ ഞാൻ തേങ്ങാക്കൊത്ത് ചെറിയ കഷ്ണങ്ങളാക്കിയാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കുക. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. അത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അതിനുശേഷം ഒരു 8-10 ചെറിയുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില, ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് പെട്ടെന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ തീയൊക്കെ താത്തി വെച്ച് വഴറ്റിയാൽ മതിയാവും, ഇല്ല ഇത് പെട്ടെന്ന് അങ്ങോട്ട് അടിപിടിച്ച് പോകും. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറി വരുന്നോളം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. തീ താത്തി വെക്കണം. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, തീ താത്തി വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമ്മളതിലേക്ക് നമ്മൾ ആദ്യം തന്നെ വേവിച്ച് വെച്ച കൂർക്ക ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സായി കഴിഞ്ഞു. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 8-10 മിനിറ്റ് നേരം ചെറുതീയിൽ ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റോളം കഴിഞ്ഞു. നമുക്കിനി ഇത് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ കൂർക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. Thank you for watching my video.